അറിയാമായിരുന്നു. അങ്ങനെ വളരെ ദൂരെ ഈ എണ്ണ ചുമന്ന് ഞാൻ വശം കെട്ടിരിക്കുന്നു. ഈ എണ്ണ ചുമന്ന് തിടപ്പള്ളിയിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ഈ പെണ്ണ് അനുസരിക്കുന്നില്ല. ആഹാ, അത്രയ്ക്കായോ? മഹാധിക്കാരിയും നിഷേധിയുമല്ലേ ഇവൾ? അധികാരി കൽപ്പിച്ച നിഷേധിക്കുമോ എന്ന് അറിയണമല്ലോ. വളർമതി, ആ എണ്ണ ഇറക്കി ഇവളുടെ തലയിൽ വെച്ച് കൊടുക്കും. അയ്യോ, അങ്ങനെ അരുത്. അടിയന്റെ ഒറ്റയടി പ്രദക്ഷിണം മുടക്കരുത്. നിന്റെ ഒറ്റയടി പ്രദക്ഷിണം മുടങ്ങിയാൽ ദൈവകോപം ഉണ്ടാകുമെങ്കിൽ അത് നാം അങ്ങ് സഹിച്ചോളാം. നാം നിന്നെ ഉപദ്രവിച്ചുവെന്ന് മഹാരാജനോട് പറയാൻ ധൈര്യപ്പെട്ട തന്റെ അടിയല്ലേ നീ? ക്രിമികിടമേ, അതിനെ നീ അനുഭവിക്കണം. എണ്ണ ഇറക്കി വെച്ചു കൊടുക്കും. അങ്ങനെ ഒരു കൈ സഹായിക്കങ്ങൂന്നേ. അതൊന്നും വേണ്ട, കളഞ്ഞു. എന്ത് ഭാരം ഇത്! എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ. പറ്റുന്നില്ല, വേഗം നടക്കാൻ. നടക്കടി. നടക്കടി അങ്ങോട്ട്. എണ്ണ കളയരുത്. നടക്കാൻ. പറ്റുന്നില്ല. എണ്ണ എണ്ണ കളയരുത്, കളയരുത്. നടക്കടി അങ്ങോട്ട്. നടക്കടി. ആഹാ, അതിനു മുമ്പ് എണ്ണ ചുമക്കാൻ ആരോഗ്യമുള്ള ഒരു പ്രജയെ കിട്ടിയോ? അപ്പോ ഇനി ആ ചുമക്കണ്ടല്ലോ. വേണ്ട, ആരോഗ്യമുള്ള പ്രജ തന്നെ ചുമക്കട്ടെ. നടക്കടി അങ്ങോട്ട്. നടക്കാൻ. ഇനി 2 സ്വർണ്ണ നാണയം തരില്ല. തന്നില്ലെങ്കിൽ മോഷ്ടിച്ച കാര്യം ഞാൻ അങ്ങൂന്നിനോട് പറയും. എങ്കിൽ തന്നേക്കാം. എന്താ ദേഹണ്ണക്കാര് തമ്മിലൊരു സ്വകാര്യ വർത്താനം? ഒന്നുമില്ല അങ്ങൂന്നേ. നടക്കടി. അയ്യോ, നടക്കാൻ. അങ്ങനെ എന്താ ഈ കാണിക്കുന്നത്? ത്രാണിയില്ലാത്ത കൊച്ചിനെ കൊണ്ട് അമിതഭാരം ചുമപ്പിക്കുന്നു വളർമതി. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? ഇത് അങ്ങൂന്നിന്റെ കൽപ്പനയാ. കൊച്ചുകുട്ടിയെ അധ്വാനം പഠിപ്പിക്കുന്ന മഹത്തായ സേവനമാണ് അങ്ങ് ചെയ്യുന്നത്. അങ്ങനെ അരുത്, മഹാപാപം ചെയ്യരുത്. എണ്ണ ഞാൻ ചുമന്നോളാം. വേണ്ട, ഇവള് തന്നെ ചുമക്കട്ടെ. നമുക്കതൊരു രാജാവിനോട് പരാതി പറയാൻ ഊറ്റം കാട്ടിയവളല്ലേ? ഭാരം ചുമന്ന് പാഠം പഠിക്കട്ടെ. ഇനി രാജാവ് വരുമ്പോൾ നിവർന്നു നിന്നവൾ നാവെടുക്കരുത്. നട്ടല് പൊട്ടി നുറുങ്ങിപ്പോട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എണ്ണ ഞാൻ ചുമന്നോളാം. അയ്യോ, അമ്മേ, അങ്ങനെ എന്തു ക്രൂരതയാണ് ഈ ചെയ്യുന്നത്? ഒറ്റയടി പ്രദക്ഷിണ വ്രതം നോക്കുന്ന കുട്ടിയാ. വ്രതം മുടക്കിയത് മഹാപാപം. അതിനേക്കാൾ പാപമല്ലേ താങ്ങാനാവാത്ത ഭാരം ചുമപ്പിക്കുന്നത്? അങ്ങനെ തൃക്കടയൂരപ്പനെ ഓർത്തത് ചെയ്യിക്കരുത്. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. എനിക്കെതിരെ രാജാവിനോട് പരാതി പറയാൻ നാവ് ഉയർത്തിയവളല്ലേ? ആ നാവ് അരിഞ്ഞെടുക്കാത്തത് പ്രായത്തെ മാനിച്ച. കടന്നു പോ. ഇല്ല, എന്റെ കുട്ടി ഭാരം ചുമക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ തിടപ്പള്ളി വരെ എണ്ണ ചുമന്ന് എത്തിക്കണമെന്ന് മേലധികാരിയുടെ കൽപ്പനയാണ്. അത് നടന്നിരിക്കണം. കടന്നു പോയിക്കോ.
മനുഷ്യത്വമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. മീനാക്ഷി, നമുക്ക് ശരണം പ്രാപിക്കാൻ ശ്രീ പരമേശ്വരനുണ്ടല്ലോ. തൊഴുതു പ്രാർത്ഥിക്കാം. വരൂ. നടക്കടി. നടക്കടി ഇങ്ങോട്ട്. നടക്ക. ശ്രീ പരമേശ്വര, നാഗഭൂഷണ, നടനപ്രിയ, സർവശക്ത, ഞങ്ങളുടെ കുട്ടി പൂങ്കൊടിയെ അമിതഭാരം ചുമപ്പിച്ച് ക്ലേശിപ്പിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? കുട്ടിയുടെ ഒറ്റയടി പ്രദക്ഷിണ വ്രതം മുടക്കിയിട്ട ഈ ക്രൂരത കാട്ടുന്നത്. ഉമാമഹേശ്വരന്മാരെ, പരമഭക്തിയായ പൂങ്കൊടിയെ ഈ യാതനയിൽ നിന്ന് രക്ഷിക്കണേ. അവൾക്കൊരു കൈത്താങ്ങായി തീരണേ ഭഗവാനെ. ആശ്രിത വത്സല, ജഗന്നാഥ, കാരുണ്യമൂർത്തേ, ഞങ്ങളുടെ പൂങ്കൊടിയെ കൈവെടിയരുതേ. തിടപ്പള്ളി എത്താതെ ഈ എണ്ണപാത്രം നിലത്ത് വെക്കരുത്. ഇവളെ വിശ്രമിക്കാൻ അനുവദിക്കരുത്. മനസ്സിലായോ? മനസ്സിലായ അങ്ങുന്നേ. ഇവളെ വിശ്രമിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. മാത്രമല്ല, എണ്ണപാത്രത്തിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് തുളുമ്പാനും പാടില്ല. ഇല്ലങ്ങുനെ. അഥവാ തുളുമ്പിയ ക്ഷണത്തിൽ നമ്മെ വിവരം അറിയിക്കണം. അപ്പോ തന്നെ വന്നറിയിച്ചേക്കാം അങ്ങുന്നേ. ദേ പെണ്ണെ, എണ്ണയെങ്ങാനും തുളുമ്പിയാൽ നാം നിനക്ക് വിധിക്കുന്നത് നരകദണ്ഡനമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങൂന്ന് പറഞ്ഞത് കേട്ടല്ലോ. അങ്ങൂന്ന് നിന്നെ ഇടിച്ച് നിരപ്പാക്കണമെങ്കിലേ എണ്ണ തുളുമ്പാതെ സൂക്ഷിച്ച് നടക്കടി. നടക്കടി. വേഗം നടക്കുമെണ്ണേ, അല്ലെങ്കിൽ നടുക്കുറുക്കിനിട്ടൊരു തൊഴി വെച്ചേര് ഞാൻ. നടക്കടി. നടക്കാൻ. ശ്രീ പരമേശ്വര, ശ്രീ പാർവതി, പൂങ്കുടിയുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? കൊടിയ ഭാരം ഇനിയും പേര് നടന്നാൽ കുട്ടിക്ക് വല്ല ആപത്ത് സംഭവിക്കില്ലേ? അവളുടെ പെറ്റമ്മയെ പോലെ അവൾക്ക് സ്വാധീനം ഇല്ലാത്ത അവസ്ഥ ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഭഗവാനെ, ജഗദംബികെ, ആ സാധുവിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഗിരികന്യാരമണ, ശ്രീ പാർവതി, പൂങ്കുടിക്ക് തുണയാകണേ. കൈവിടല്ലേ ഭഗവാനെ. ചുവടെ എണ്ണിപ്പെറുക്കി വെക്കാതെ വേഗം കൊണ്ട് നടന്നേ. ഞാൻ ഒറ്റയടി പ്രദക്ഷിണ വ്രതം നോക്കുക. അതെനിക്ക് മുടക്കാൻ പറ്റില്ല. അവളുടെ ഒടുക്കത്തെ ഒരു ഒറ്റയടി പ്രദക്ഷിണം വ്രതം മുടക്കണ്ട. താങ്ങാനാകത്ത ഭാരമല്ലേ തലയിലിരിക്കുന്നത്. മെല്ലെ മെല്ലെ നടന്ന് നിന്റെ നാട്ടെല്ലാം നുറുങ്ങണം.
മനസ്സിലാകുന്നില്ലല്ലോ. ആരോ എണ്ണപാത്രം താങ്ങി പിടിച്ചതുപോലെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പാത്രം ഇറക്കി വെച്ചപ്പോ ഒട്ടും ഭാരം അനുഭവപ്പെട്ടില്ലല്ലോ വളർമതി. നിനക്ക് അനുഭവപ്പെട്ടോ? ഇല്ല, വെറും പാത്രത്തിന്റെ ഭാരമാണ് അനുഭവപ്പെട്ടത്. പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലും കാണുന്നില്ലല്ലോ. ശുദ്ധശൂന്യം. അയ്യോ, പാത്രത്തിൽ ഇരുന്ന എണ്ണ എങ്ങോട്ട് പോയി? സത്യം പറ കൊച്ചേ, പാത്രത്തിലെ എണ്ണ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്റെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എണ്ണ ചരിച്ചു കളയുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ എണ്ണ എങ്ങോട്ട് പോയി? ആ, കിട്ടിപ്പോയി, പിടികിട്ടിപ്പോയി. എണ്ണ മുഴുവൻ ഈ പാത്രം തന്നെ കുടിച്ചതാ. അതെങ്ങനാ? തലയിലെ മൂള വേണം, ബുദ്ധി വേണം. നിർത്തേ. അവളുടെ മൂളയും കണ്ടുപിടുത്തവും. പുതുപുത്തൻ പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ വലിച്ചെടുത്തെന്നിരിക്കും. എത്രയോ കാലമായി എണ്ണ സൂക്ഷിക്കുന്ന പാത്രമാ. ഒരിറ്റ എണ്ണ പോലും ഈ പാത്രം വലിച്ചെടുക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ തലയിൽ കളിമണ്ണാണെന്ന്? എണ്ണ കാണാതായതിൽ ഈ നരന്തിനു കൂടി അറിയാവുന്ന എന്തോ സൂത്രവിദ്യയുണ്ട്. നമുക്ക് അങ്ങുന്നിനെ വിവരം അറിയിക്കാം. അങ്ങുന്ന് തന്നെ സത്യം തെളിയിക്കട്ടെ. ദേ കൊച്ചേ, ഇവിടെ നിന്ന് എങ്ങോട്ടും ചലിച്ചു പോകരുത്. അങ്ങുന്ന് വരുമ്പോ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇന്ന് കണക്കിന് കിട്ടുന്നുണ്ട് നിനക്ക്. എവിടെ പോയി? അങ്ങനെ എന്താ വളർമതി? ആ പെണ്ണിന്റെ തലയിൽ നിന്ന് എണ്ണയെങ്ങാനും പുറത്തേക്ക് തൂയിപ്പോയോ? എണ്ണയൊന്നും തുളുമ്പിയില്ല. പക്ഷെ തിടപ്പള്ളി ചെന്നപ്പോ പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലെ കാണാനില്ല. അങ്ങനെ എണ്ണ കാണാനില്ലെന്നോ? എന്താ ഗുണാളായി കേൾക്കുന്നത്? സത്യമാണങ്ങുന്നേ, പാത്രത്തിൽ എണ്ണയുടെ പൊടി പോലുമില്ല. നിങ്ങൾ അവളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? അതിനിടയിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോയോ? ഇല്ലങ്ങുന്നേ, ഞങ്ങൾ എങ്ങോട്ടും മാറിപ്പോയിട്ടില്ല. അങ്ങുന്നേ, എണ്ണ കാണാതായതിന് പിന്നിൽ ആ മീനാക്ഷിയും വള്ളിത്തള്ളയും ഈ പൂങ്കൊടിയും ചേർന്ന് എന്തോ മായക്കളി കളിച്ചിരിക്കാം. അങ്ങുന്നിനെ ലഭ്യനാക്കാൻ. ശരിയാണങ്ങുന്നേ, മഹാരാജനും രാജ്ഞിയും കൂടി ഒരിക്കൽ
പൂങ്കൊടിക്ക് നല്ല വെള്ളപ്പട്ടം ചാർത്തി കൊടുത്തില്ലേ? അതിന്റെ വിജയച്ചിരി അഹംഭാവവും വള്ളിക്കും പുള്ളയ്ക്കും മീനാക്ഷിക്കും ഒക്കെയുണ്ട്. അങ്ങുന്നെ പരമാവധി കൊച്ചാക്കുക, അതാ അവരുടെ ലക്ഷ്യം. രാജാവിന്റെയും രാജ്ഞിയുടെയും ഉറച്ച നിലപാട് മൂലം ആ തെണ്ടി പരീക്ഷകൾക്ക് മുമ്പിൽ നാം ഇളിംഭ്യനായി. അന്നേ നാം കാത്തിരിക്കുകയായിരുന്നു, കണക്ക് തീർക്കാൻ ഒരു അവസരത്തിനായി. ആ കുരുട്ട് ജന്മത്തെ തല്ലി തകർത്താൽ ഏറെ നോവുന്നത് വള്ളിയമ്മയ്ക്കും മീനാക്ഷിക്കുമാണല്ലോ. ഇന്ന് നാം അവളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വാ. ഒരു തുള്ളി എണ്ണ പോലും കാണാനില്ലല്ലോ. അയ്യോ അമ്മേ, സത്യം പറ, പാത്രത്തിലെ എണ്ണ എവിടെ? എണ്ണ എവിടെ? സത്യം പറ, അറിയില്ല. എന്താ സത്യം പറയാ. എന്തിനാ അവളിങ്ങനെ തല്ലുന്നേ? ഓ, മായാജാലക്കാരിയുമുണ്ടല്ലോ കൂട്ടത്തിൽ. ക്ഷേത്രത്തിലെ എണ്ണ ഊറ്റിയെടുക്കുന്ന പദ്ധതിയും ഉണ്ടോ? അയ്യോ, എടി പറയടി, എണ്ണ എവിടെയെന്ന്. അറിയില്ല. സത്യം പറഞ്ഞോ നീ. സത്യമായിട്ടും എനിക്ക് അറിയില്ല. ആദ്യം എന്റെ തലയിൽ എണ്ണ വെച്ചപ്പോ ഭാരം കൊണ്ട് ഞാൻ തളർന്നു പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഒട്ടും ഭാരം അനുഭവപ്പെട്ടില്ല. ആരോ വന്ന് എണ്ണപാത്രത്തിൽ ബലമായി താങ്ങി പിടിച്ചതുപോലെ തോന്നി. ഇവിടെ തിടപ്പള്ളി വന്നപ്പോ ഒരു തുള്ളി എണ്ണ പോലും കാണാനില്ല. പാത്രത്തിലുണ്ടായിരുന്ന അളവിലെ എണ്ണ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ എത്തിക്കണം. അല്ലെങ്കിൽ എണ്ണ ഊറ്റി കുടിക്കുന്ന ദുഷിച്ച അട്ടകളാണ് നിങ്ങളെന്ന് നാം മഹാരാജാവിനെ ബോധ്യപ്പെടുത്തിയിരിക്കും. പാത്രം നിറയെ എണ്ണയുണ്ടല്ലോ. ശരിയാ, പാത്രത്തിൽ എണ്ണയുണ്ടല്ലോ. അധികാരി അദ്ദേഹം നോക്കണം. നിങ്ങളല്ലേ വന്ന് പറഞ്ഞത് പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലെന്ന്? ആ, ഞങ്ങള് നോക്കുമ്പോ പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലും കണ്ടില്ല മോനെ. ഞാൻ നോക്കുമ്പോഴും പാത്രം പറ്റേ വടിച്ചെടുത്ത അവസ്ഥയിലായിരുന്നു. അല്ല, അങ്ങൊന്ന് നോക്കുമ്പോഴും പാത്രം ശൂന്യമായിരുന്നല്ലോ. അതെ, ശൂന്യമായിരുന്നു. പിന്നെ പാത്രത്തിൽ എങ്ങനെ എണ്ണ വന്നു? ഞാൻ പറയാം. എണ്ണപാത്രത്തിന്റെ അമിത ഭാരം കൊണ്ട് വീർപ്പ് മുട്ടിയ പൂങ്കൊടിക്ക് പിന്നെ ഭാരമേ അനുഭവപ്പെട്ടില്ല. ആരോ എണ്ണപാത്രത്തിൽ ശക്തമായി താങ്ങിപ്പിടിക്കുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി. ആരായിരിക്കും അങ്ങുന്നേ പാത്രം താങ്ങിപ്പിടിച്ചത്? പൂങ്കൊടിക്ക് തൊട്ട് പിന്നാലെ ഞാനും ഗുണാളം ചേട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ട് ആരും താങ്ങി പിടിക്കുന്ന ഞങ്ങള് കണ്ടില്ല. ആ, ഞങ്ങളാരും കണ്ടതേ ഇല്ല. താങ്ങിപ്പിടിച്ചത് തൃക്കരങ്ങളായതുകൊണ്ട് ഛിദ്രശക്തികൾക്ക് കാണാൻ കഴിയില്ല ഗുണാള. എണ്ണപാത്രം താങ്ങിയത് സാക്ഷാൽ മഹേശ്വരനാണ്, അല്ലെങ്കിൽ പാർവതി ദേവി.